ബിസിനസ് ട്രാൻസാക്ഷൻസിനെ റെസീറ്റ് എന്നും എക്സ്പെൻഡിച്ചർ എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ റെസീറ്റിൽ വരുന്നതാണ് ക്യാപിറ്റൽ റെസീറ്റും റവന്യൂ റെസീറ്റ്സും. ഒരു ബിസിനസ് കൺസേൺ അതിൻ്റെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിലൂടെ ഏൺ ചെയ്യുന്ന എമൗണ്ടിനെയാണ് റവന്യൂ റെസീറ്റ് എന്ന് അറിയപ്പെടുന്നത്. സെയിൽസിലൂടെയാണ് സാധാരണ റവന്യൂ റെസീറ്റ് ഉണ്ടാകുന്നത്. ഒരു ബിസിനസ്സിൻ്റെ മേജർ സോഴ്സ് ഓഫ് ഇൻകവും റവന്യൂ റെസീറ്റ് ആയിരിക്കും. ഇത് റെക്കറിംഗ് നേച്ചറിലുള്ളതായിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് റവന്യൂ റെസീറ്റിനെ കാണിക്കുന്നത്. എന്നാൽ ക്യാപിറ്റൽ റെസീറ്റ് എന്താ? ഒരു ബിസിനസ് കൺസേണിൻ്റെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിലൂടെ അല്ലാതെ ഏൺ ചെയ്യുന്ന ഇൻകത്തെയാണ് ക്യാപിറ്റൽ റെസീറ്റ് എന്നറിയപ്പെടുന്നത്. ഇത് നോൺ റെക്കറിംഗ് നേച്ചറിലുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുക, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇതൊക്കെ ക്യാപിറ്റൽ റെസീറ്റിൽ വരുന്നതാണ്. ക്യാപിറ്റൽ റെസീറ്റ്സ് സാധാരണ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കാം, അല്ലെങ്കിൽ അസറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യും.